എല്ലാവർക്കും നമസ്കാരം. ഒരമ്മ എനിക്കൊരു അനുഭവം അയച്ചിരുന്നു. വളരെ മനസ്സ് തട്ടിയാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മ കാരക്കയായിട്ട് ഭഗവാനുള്ള ആ ഒരു ഇഷ്ടം അമ്മയുടെ മനസ്സിൽ അമ്മയ്ക്ക് സ്നേഹം, സന്തോഷം കിട്ടിയ ഒരു അനുഭവം പറഞ്ഞതാണ്. കഴിഞ്ഞ വിഷുവിന് നടന്നതാണ്. സംഭവം അമ്മ എല്ലാ വർഷത്തെ പോലെയും കണി വെക്കുന്നുണ്ട്. കണി വെക്കാൻ അമ്മയ്ക്ക് ഏറ്റവും ഭഗവാൻ ഇഷ്ടമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മ എവിടുന്നോ അറിഞ്ഞതാണ് കാരക്ക ഭഗവാൻ ഇഷ്ടമാണ് എന്നുള്ളത്. അത് ഏതാ ഐതിഹ്യമാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആ അമ്മ കാരക്കയും കണിവയ്ക്കുകയാണ്. രാത്രി എല്ലാവർക്കും കാണണമല്ലോ. കാണാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ഉണ്ണിക്കണ്ണനെ ഒരുക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കാരക്കയൊക്കെ വെച്ചിട്ട് അമ്മ കിടന്നുറങ്ങി അലാറൊക്കെ വെച്ചാണല്ലോ എഴുന്നേൽക്കുക. എല്ലാവരും അങ്ങനെയല്ലേ കണി വെക്കുക. അങ്ങനെ പുലർച്ചെ എഴുന്നേറ്റ് എല്ലാവർക്കും കണി വെച്ചത് രാത്രി വെക്കുമല്ലോ നമ്മൾ. അപ്പം പുലർച്ചെ എഴുന്നേറ്റ് അമ്മ നോക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് അറിയോ? കാരക്കയുടെ പാത്രം തട്ടിയിട്ടിരിക്കുന്നു. അതിൽ കാരക്ക കാണാനില്ല. അമ്മയുടെ മനസ്സിലുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എടുത്തതാണ് കാരക്ക എന്നുള്ളതാണ്. കണി വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുകയാണല്ലോ. ഭഗവാൻ വന്ന് അത് എടുത്തു എന്നുള്ളത് അമ്മയുടെ മനസ്സിൽ വളരെ സന്തോഷമായിട്ട്. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിശ്വാസം സത്യമാണെങ്കിൽ, അടിയുറച്ചതാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളുടെ മനസ്സിൽ വരിക അല്ലേ. അതങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ അവിടെയില്ല ഇവിടെയില്ല രണ്ടിൻ്റെയൊക്കെ നടുക്ക് നിൽക്കുമ്പോൾ വിശ്വാസമുണ്ട് വിശ്വാസമില്ല എന്നൊക്കെ വിചാരിക്കുമ്പം അതിന് ശക്തിയില്ല. പക്ഷേ നമ്മളൊന്നിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അതങ്ങോട്ട് വിശ്വസിക്കുക ശക്തമായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളുടെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു അനുഭവം എനിക്ക് അയച്ചു തന്നാണ്. അപ്പം നിങ്ങളോട് പറയാണ്, ഇനി നിങ്ങൾ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെ വരിക എന്ന് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.